സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നമ്മുടെ ഒരു പാട്ടാണ്, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശബരിമല, വിളിച്ചാൽ വിളി കേൾക്കുന്ന, ഒരുപാട് സങ്കടങ്ങൾക്ക് പരിഹാരം നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓടി അണയുന്ന നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാലയാണ്. 2 ദിവസം കൂടെ കഴിയുമ്പോൾ വിശ്വപ്രസിദ്ധമായ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ അടുത്തുള്ളവരൊക്കെ വീടൊക്കെ ഒരുക്കി അവരുടെ ബന്ധുക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരെല്ലാവരും നടത്തിയിട്ടുണ്ട്. നാടും നഗരവും ഒരുങ്ങുന്ന നമ്മുടെ പൊങ്കാല. അപ്പോൾ അത് പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും പറയാനായിട്ട് അത് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു അനുഭവം നമുക്ക് പറയാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വന്നു പോകും പെട്ടെന്ന്. സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, സ്ത്രീകളാണ് അന്നത്തെ ഏറ്റവും വലിയ താരം എന്ന് തന്നെ പറയാം. സ്ത്രീകൾക്ക് മാത്രമേ അന്ന് കടന്നു വരാനുള്ള വഴിയും സജ്ജീകരണങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വ്രതം നോറ്റ് വിശ്വാസത്തോടെ അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തവണത്തെ പൊങ്കാലയും വരികയാണ്. ഓരോരുത്തരും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അനുഭവങ്ങളും വിശ്വാസങ്ങളൊക്കെ പറയാനുണ്ട്. ആർക്കും എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളാണ് ആറ്റുകാൽ അമ്മയെക്കുറിച്ച്. അപ്പോൾ അമ്മയുടെ പൊങ്കാലയാണ് വിശ്വാസികളായ സ്ത്രീജനങ്ങളുടെ അനുഭവങ്ങളും അവരുടെ വിശ്വാസങ്ങളും. അമ്മയെക്കുറിച്ച് അവർക്ക് പറയാൻ ഒരുപാട് നാവാണ്. എന്നാലും എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ കുറച്ച് ആൾക്കാരിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടു നോക്കാം എന്താണ് എന്നുള്ളത് അവർക്ക് പറയാനുള്ളത് അമ്മയെക്കുറിച്ച്. അമ്മേ ശരണം, ദേവീ ശരണം. ഇവിടെ ഈ വീട്ടിലുള്ളതാണ്, ആറ്റുകാൽ അമ്പലത്തിന് തൊട്ടടുത്താണ്. അമ്മ എല്ലാ ദിവസവും പോയി കാണാൻ പറ്റും, പോവാറുണ്ട്. എങ്ങനെ പൊങ്കാലയെ കുറിച്ചുള്ള ഒരു അനുഭവം എന്താണെന്നുള്ളതാണ്? പൊങ്കാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓണമൊന്നും ഞങ്ങൾ ആഘോഷിക്കാറില്ല. ഞങ്ങൾക്ക് പൊങ്കാല തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ആറ്റുമ്മയെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ എന്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ദേവി എല്ലാമാണ് ദേവി ഞങ്ങൾക്ക്. ഇവിടെ എങ്ങനെ വരാറുണ്ട്? പുറത്തു നിന്നൊക്കെ ആൾക്കാർ? ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. നാളെ തൊട്ടേനെ നമുക്ക് നല്ല രീതിയിൽ തിരക്ക് തുടങ്ങും. ഇവിടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പോടും കൂടി വ്രതത്തോടുകൂടി ആൾക്കാർ നാളെ തൊട്ട് തന്നെ വന്ന് തുടങ്ങും. എങ്ങനെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ? അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ആഹാരവും അല്ലേ? അതെ, ആഹാരവും അവര് തലേ ദിവസമേ വന്ന് കിടക്കാറുണ്ടോ അതോ എങ്ങനെയാണ്? അങ്ങനെ ചോദിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. അവരെന്താണോ ചോദിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. എന്തെങ്കിലും പ്രാർത്ഥന അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും നേർച്ച അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനായിട്ടാണ്? എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ സന്തോഷവും എല്ലാ സങ്കടങ്ങളും എല്ലാം എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ്. അത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെന്തും. ഇന്ന് എനിക്ക് എന്ത് സന്തോഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ അമ്മ തന്നതാണ് എനിക്ക്. ഇതിനു വേണ്ടി വേറെ എന്തെങ്കിലും അല്ലാതെ എന്താണെന്നുള്ളതാണ്. കാരണം പൊങ്കാല നിങ്ങൾ പുറത്തു നിന്ന് വരുന്നവർക്ക് എങ്ങനെ ഫുഡും ആഹാരമൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പാകം ചെയ്ത് കൊടുക്കണം അതോ ഇവിടെ റെസിഡൻസി അങ്ങനെയൊക്കെയാണോ? അങ്ങനെയില്ല. ഇവിടെ അവിടെ നിന്നിരുന്ന ഓഡിറ്റോറിയം ആണത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട്, അവിടെ വന്നിരിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡാണെങ്കിലും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം എന്താണെങ്കിലും അവിടെ നിന്ന് ചെയ്തു കൊടുക്കും. പിന്നെ നമ്മളടുത്ത് ചോദിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഓണത്തിനേക്കാളും നമുക്ക് വലിയ ആഘോഷമാണ്. ഞങ്ങൾ ഇപ്പൊ പാട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ചകൾക്ക് മുമ്പ് തന്നെ നമ്മൾ വീട് വൃത്തിയാക്കാനും അതിന്റെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ചെയ്തു തുടങ്ങും. ബന്ധുക്കളൊക്കെ വരാറുണ്ട്? എല്ലാവരും വരാറുണ്ട്. സന്തോഷമാണ്. എല്ലാവിധ സൗഭാഗ്യം വരട്ടെ എന്നുള്ളതാണ്. ഇത് പൊങ്കാല കഴിഞ്ഞ് ദേവി ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുമ്പോ ഞങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് വീണ്ടും തുടങ്ങും. ഞങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പ്. ഒരു വിഷമമാണ്, സങ്കടമാണ്. ദേവി തിരിച്ച് ഇനി ഒരു വർഷം ഞങ്ങൾ കാത്തിരിക്കണമല്ലോ, ഇങ്ങനെ ഒരു ദിവസം വരാനുള്ള രീതിയിലുള്ള ഒരു വിഷമം കൂടെ ആണ്. ഇതുവഴിയാണ് എഴുന്നള്ളിച്ചു പോകുന്നത്, തിരിച്ചു പോകുന്നത് ഇതുവഴിയാണ്. പിന്നെ തട്ടം വെക്കാറുണ്ട്.
അമ്മയ്ക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. അമ്മ കണ്ണ് നിറഞ്ഞിട്ട് അമ്മയെ കറക്റ്റായിട്ടൊന്ന് കാണാൻ പോലും പറ്റില്ല. അത്ര ഒരു സന്തോഷമാണ്. അപ്പം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഇനി അടുത്ത വരും എല്ലാ വർഷങ്ങളിലും നല്ല രീതിയിൽ പൊങ്കാലയിടാനും മറ്റുള്ളവരെ സ്വീകരിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം അമ്മ തരട്ടെ എന്നുള്ളതാണ്. സന്തോഷം. അമ്മയുടെ പൊങ്കാലയെക്കുറിച്ചുള്ള അനുഭവങ്ങളൊന്ന് പറഞ്ഞു തരാമോ? അമ്മയെക്കുറിച്ചുള്ള എനിക്ക് അമ്മയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്കെല്ലാം അമ്മയാണ്. എത്ര വർഷമായി അമ്മ പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട്? വർഷവും പൊങ്കാലയ്ക്ക് വരും. ഇത് അമ്മയുടെ അനിയത്തിയുടെ വീടോ? അനിയത്തിയുടെ വീടാണ്. അപ്പോൾ ഇന്നേ വന്നിട്ടുണ്ട് പൊങ്കാലയ്ക്ക് അല്ലേ? വന്നിട്ടുണ്ട്. ഇനി പൊങ്കാലൊക്കെ കഴിഞ്ഞേ പോവുള്ളൂ, കഴിഞ്ഞിട്ട് പോകും. എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞേ പോവുള്ളൂ. കഴിഞ്ഞിട്ട് പോകും. അമ്മയുടെ അടുത്ത് അത്രയും വിശ്വാസവും അല്ലെ, സ്നേഹം എങ്ങനെയാണ് അമ്മയുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്നുള്ളതാണ്? ഞങ്ങൾക്കെല്ലാം അമ്മയാണ്. എല്ലാം എന്ത് സങ്കടം വന്നാലും അമ്മയെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് അമ്മയാണ്. ഞങ്ങൾക്ക് ഓക്കെ, അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യം ഒക്കെ തരട്ടെ എന്നുള്ളതാണ് ഇനിയും. ഓക്കെ, പൊങ്കാലയ്ക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി 5 വർഷമാവും. 5 വർഷമായിട്ട്. എങ്ങനെയാ അമ്മ പൊങ്കാല ഇടാൻ പോകാറുണ്ടോ? ഞാൻ പോവില്ല, മരുമകൾ എല്ലാ വർഷവും ഇവിടെ തന്നെയാണ്, ഇവിടെ വെച്ച് തന്നെയാണ്. പൊങ്കാലയെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് ഓർമ്മകൾ എന്നുള്ളതാണ്? എന്ത് പറയാൻ, പഴയ കാലത്ത് എങ്ങനെയാണ് പൊങ്കാല? അല്ലെങ്കിൽ പഴയ കാലത്ത് അങ്ങൊക്കെ പോകും. അങ്ങ് ശിങ്കാര തോപ്പ്, പിന്നെ കോവിൻ്റെ ഇടയിലൊക്കെ പോകും പൊങ്കാല ഇടാൻ. 7 വർഷം കൊണ്ട് പോകില്ല, എനിക്ക് സുഖമില്ല, അങ്ങനെ പോകില്ല. അപ്പം മക്കളൊക്കെ പോകും പൊങ്കാല ഇടാൻ. പണ്ട് കാലത്ത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ അവിടെയായിരുന്നു പൊങ്കാല അല്ലേ? ശിങ്കാര തോപ്പ് അങ്ങനെ എല്ലായിടത്തും പോകും പൊങ്കാല ഇടാൻ. ഇപ്പോൾ കോവിഡിന് ശേഷം എല്ലാവരും വീടുകളിലായി അല്ലേ? വീടുകളിലായി. എങ്ങനെ കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? കുഴപ്പമില്ല. ഞങ്ങൾ പേട്ടാപ്പള്ളിമുക്ക്. പേട്ടപ്പള്ളിമുക്ക്. ഇന്നേ വന്നോ പൊങ്കാല ഇടാനായിട്ട്? പൊങ്കാല ഇടാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഇടുന്നത്. വീട്ടിൽ തന്നെയാണ് ഇടുന്നത്. എത്ര വർഷം വീട്ടിൽ തന്നെയാണോ എല്ലാ വർഷവും? ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന ബുദ്ധിമുട്ടുമുണ്ട്. വീട്ടിൽ എല്ലാവർക്കും ഇവിടെ കോവിഡ് വന്നതിന് ശേഷം അപ്പോൾ വീട്ടിൽ തന്നെ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആളെന്നറിഞ്ഞു ഉണ്ട്. എങ്ങനെ പൊങ്കാലയെ കുറിച്ചുള്ള ഒരു എന്താണ് പറയാൻ വാക്കുകളില്ല. അമ്മയെ പറ്റി പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. പിന്നെ അതുകൂടാതെ ഇന്ന് തന്നെ ഞങ്ങൾ വന്നൊരു അത്ഭുതം പോലെ നിറച്ചും ആൾ കുത്തിയോട്ട സമയമാണ്. അപ്പം ഞങ്ങളുടെ പറഞ്ഞാൽ നമുക്കൊരു കരിഞ്ഞ പൂവൊക്കെ വാങ്ങിച്ചു. നമുക്ക് ഫ്രണ്ടിൽ ചെന്ന് തൊഴുതിട്ടിങ്ങി പോരാ, അല്ലാതെ കാണാം രക്ഷയില്ല. അവിടെ നിന്നിട്ട് പിന്നെയും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ബാക്ക് വശത്തൂടെ പോകാമെന്ന് വെച്ച് അപ്പുറത്തൂടെ നടന്നത് ഞങ്ങൾക്കറിയാവുന്നുള്ളൊരു പാർട്ടി വന്ന്. അങ്ങനെ അതാണ് അമ്മയുടെ ശക്തി. അമ്മയുടെ നടയിൽ വന്ന അമ്മയെ കാണാതെ ആരും വിടത്തില്ല. ഞങ്ങൾ സുഖമായിട്ട് പോയി തൊഴുതു, ഞങ്ങൾക്ക് ഭക്ഷണവും തന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അതാണ്. എത്ര വർഷമായി ചേച്ചി? എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങളിവിടെ മണക്കാടാണ്. പിന്നെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പേട്ട. പക്ഷേ എൻ്റെ ഓർമ്മയിൽ തൊട്ട് നാട്യാൽ അമ്മയുടെ ഓർമ്മയുണ്ട്. ഒരു വർഷം മുടങ്ങാതെ ഒരു വർഷവും മുടങ്ങാതെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും നേർച്ച അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ നേർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല നേർച്ച വിശ്വാസമുണ്ട്. അങ്ങനെ നേർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊരു അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അമ്മ നടത്തി തന്നിട്ടുണ്ട്. കാണാതെ ഇതുവരെ ഒരു ഞങ്ങൾക്കതല്ല ഇരുന്നിട്ടില്ല. അപ്പോൾ ഈ വർഷവും അങ്ങനെ തന്നെയാണ്. എത്ര ഇങ്ങനെ കലത്തിൽ പൊങ്കാല ഉണ്ടെന്നുള്ളതാണ്? നമ്മൾ ചിലപ്പോൾ 3, ചിലപ്പോൾ 1 അങ്ങനെ. പിന്നെ ഈ മണ്ടപ്പുറ്റ് ഇതൊക്കെ എല്ലാം ചെയ്യും. ഇപ്പോഴേ വ്രതമാണ് കുറേ ദിവസം കൊണ്ട് വ്രതമാണ്. ചിലപ്പോൾ ഇന്ന് അമ്പലത്തിൽ വരുന്നതുകൊണ്ട് ഇന്ന് വ്രതമാണ്. പിന്നെ പൊങ്കാലയുടെ തലേദിവസം വ്രതമായിരിക്കും. അങ്ങനെയാണ്. പൊങ്കാലയുടെ തലേ ദിവസം വ്രതം ഇരുന്നിട്ട് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മയുടെ ഉണ്ടാവട്ടെ. പൊങ്കാല ഇടുന്നില്ലേ? അപ്പോൾ ഇടുന്നുണ്ട്. എവിടെയാ വീട്? എവിടാ വീട്? അങ്ങ് ആറ്റുംപുറം നെടുമങ്ങാട്. അപ്പോൾ പൊങ്കാലയ്ക്ക് വരുന്നുണ്ടോ? എന്നാ വരുന്നത്? അന്നേ വരുള്ളൂ. പൊങ്കാലയുടെ അന്ന് വരും. എവിടെയായിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇരിക്കാനായിട്ട്? അങ്ങോട്ടൊക്കെയാണ് ഇരിക്കുന്നത്. എല്ലാ വർഷവും ഇടാറുണ്ട്. എത്ര വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? എല്ലാ വർഷവും ഇടാറുണ്ട്. അമ്മയുടെ കൂടെ വരാറുണ്ട്. എത്ര വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? ഞാനോ ഒരു 4-5. ആണോ? എങ്ങനെയാണ് അനുഭവം? എങ്ങനെയാണ് അമ്മ പൊങ്കാലയും അങ്ങനെയൊക്കെ? എന്താണ്
അത് അനുഭവം നല്ല തിരക്കൊക്കെ ഉള്ള സമയത്താണ് വരാറ്. അതുകൊണ്ട് തന്നെ നല്ല അനുഭവമാണ്. പക്ഷേ പുകയൊക്കെ ഉള്ളത് കൊണ്ട് അത് മാത്രമാണ് പ്രശ്നം. അത് മാത്രമേ വീട് എവിടെ? എൻ്റെ വീട് വിഴിഞ്ഞം തെന്നൂർ കോണം. ആണോ? എല്ലാ വർഷവും വരുന്നുണ്ട് അമ്മയുടെ അവിടെ? ആ, വരാറുണ്ട്. സന്തോഷമാണ്. സന്തോഷമാണ്. പ്രാർത്ഥനയൊക്കെ അമ്മ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓ ശരി.